സുഹൃത്തുക്കളെ, സ്വർഗം അങ്ങ് ആകാശത്തൊന്നുമല്ല, അത് ഭൂമിയിലാണ്, അത് ഇവിടെയാണ്. അത് ഹായ് ഹലോ, വെൽക്കം ടു ബെഞ്ചാര ഈറ്റൽ ക്ലബ്. നമ്മളിന്ന് സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് പിടിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് സസ്പെൻസ് എലമെന്റ് ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഇന്ന് ഒരു കള്ളി ഷാപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഫുഡുകളും എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മളിന്ന് ഒന്നോ രണ്ടോ ഡിഷല്ല, ഒരു കിൻഡിൽ ഡിഷ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പന്നി ചില്ലി, പിന്നെ അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ സതീഷേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുന്നു, എന്നിട്ട് ഷാപ്പിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുക്കിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സതീഷേട്ടൻ. ബാ, നമുക്ക് അതോട്ട് പോകാം. സതീഷേട്ടൻ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ എത്താനായിട്ട് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. സതീഷേട്ടനപ്പോഴത്തേക്കും സംഭവം കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇത് പന്നി ചില്ലി അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കാടക്കോഴി ഇത് എണ്ണയിൽ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ പന്നി ചില്ലി വെക്കുന്നുണ്ട്, ബീഫ് ചില്ലി വെക്കുന്നുണ്ട്, താറാവിൻ്റെ ഡിഷ് വെക്കും, കാട വെക്കും, ദോശ ഇടും. വേറെ എന്താ നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് പോകുന്നത്? പിന്നെ കൊഞ്ചേറി അത് ഇവിടുന്ന് തന്നെ നമ്മൾ വെച്ചിട്ട് പോകും. ഇത്രയും സംഭവങ്ങൾ സതീഷേട്ടൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത്. പുള്ളിക്ക് വേറെ ഹെൽപ്പറും കാര്യങ്ങളൊന്നുമില്ല. പുള്ളി പറയുന്നത് ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു പണിയേ ഉള്ളൂ എന്നാണ്. ഇത് കുറെ കാലമായി. ഇത് ഷെഫായിട്ട് തന്നെയായിരുന്നു അതോ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തതാണോ? അത് ഷാപ്പിലേക്ക് അത്യാവശ്യം ഷാപ്പിലേക്കുള്ള ഫുഡ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വെക്കുന്നത്. ഷാപ്പിൽ വേറെ ഷെഫ് ഉണ്ടോ? ഉണ്ട്. പുള്ളിക്ക് കാക്കയങ്ങാട്ട് ഷാപ്പുണ്ട്. നമ്മൾ ഇവിടുന്ന് ഈ ഫുഡെല്ലാം ഉണ്ടാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇത് എങ്ങനെയായിരുന്നു ഈ പന്നി ചില്ലി? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു സാധനം. ഇത് സതീഷേട്ടൻ കണ്ടുപിടിച്ച റെസിപ്പി ആണോ അതോ? അതെ. എന്തായിരുന്നു അത്? അങ്ങനെ തോന്നാൻ കാരണം? അത് ബീഫ് ചില്ലി എല്ലാം ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ എന്തുകൊണ്ട് പറഞ്ഞ ആയിക്കൂടെ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ കണ്ടുപിടിച്ചാണല്ലേ? അത് ഈ മോഡലിൽ കിട്ടണ്ടെങ്കിൽ വലിയ പാടാ. അങ്ങനെ തന്നെ ഒരു ബ്ലോക്ക് പീസ് മേടിച്ച് വേവിച്ച് കട്ട് ചെയ്തെടുക്കണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ പന്നി ആ കടയിലെ ഏറ്റവും നല്ല ഇറച്ചിയായിരിക്കും. അത് മറ്റേ തോട്ടയുടെ ഭാഗത്ത് കട്ട് ചെയ്തെടുക്കും അല്ലേ? നമുക്ക് ഷാപ്പിൽ ചെന്ന് ഈ പന്നി ചില്ലി എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചേട്ടാ നമുക്ക് ചായ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കുക്കിങ്ങിൽ ആശാനുണ്ടോ? ആശാന്റെ കൂടെ വന്ന് പഠിച്ചാണോ അതോ? അല്ല, ആശാനില്ല. ആശാനില്ല. അപ്പൊ എങ്ങനെ ഇത് നോക്കി പഠിച്ചോ അതോ? അല്ല, ഇതെല്ലാം സ്വന്തം ഈ പരിപാടി തന്നെയാ. കാരണം ബാക്കിയിലെ ഇറച്ചിയിലാക്കുമ്പോഴേ. പക്ഷെ അങ്ങനെയല്ല, മൊത്തത്തിൽ കുക്കിംഗ് പഠിച്ചത് ഇല്ല. കുക്കിംഗ് എല്ലാം സ്വന്തമായിട്ടില്ല പരിപാടി തന്നെ. ഓരോന്ന് കണ്ട് നമ്മൾ ആദ്യം അമ്മ ചെയ്യുന്ന കണ്ടിട്ട് പിന്നെ ഇതൊന്നും അവരൊന്നും ചെയ്യാത്ത സാധനങ്ങളാണ്. എല്ലാം സ്വന്തം പരിപാടിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സതീഷേട്ടന്റെ പാചക പരീക്ഷണശാല. കാഷ്യൂ പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യാണ്ട് നല്ല കിട്ടില്ല തേങ്ങാപ്പാലില് നല്ല അടിപൊളി നാടൻ മപ്പാസാണ്. നാടൻ താറാവാണ്, നാടൻ മപ്പാസുമാണ്. ഇപ്പൊ 2 മിനിറ്റ് താറാവ് അതിൻ്റെ അകത്തൊന്ന് കിടന്ന് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. നമ്മുടെ നാടൻ താറാവ് മപ്പാസ്. ഇവിടെ പിള്ളേരൊക്കെ പുറത്ത് പഠിക്കുവാണ്, അല്ലെങ്കിൽ നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടായിരുന്നു. ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ചെമ്മീൻ കറക്റ്റ് ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പിലേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നേരെ ഷാപ്പിലേക്ക്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഷാപ്പിലെത്തിയിട്ടുണ്ട്. മുഴക്കുന്ന് ഷാപ്പാണിത്. അപ്പോൾ നമ്മുടെ സതീഷേട്ടൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളയപ്പം, ഇടിയപ്പം, പാലപ്പം, കപ്പ ബിരിയാണി, എല്ലുകറി, പന്നി ചില്ലി, ബീഫ് ചില്ലി, കപ്പ ബിരിയാണി, പിന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ട്, ചെമ്മീൻ കറി ഉണ്ട്, മുയൽ കറി ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. എൻ്റെ നാക്കിന് ഇപ്പം തന്നെ വെള്ളം വരും. ഗൈസ്, ഇവിടെ ഈ പരിസരമൊക്കെ ഭയങ്കര നീറ്റാണ്. ഇവിടെ ഫാമിലീസൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. കള്ള് മാത്രമല്ല നോക്കുന്നത്, ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്ന 2-3 പേരോട് ചോദിച്ചു കഴിഞ്ഞു. ഫാമിലീസ് വന്നു കഴിഞ്ഞാൽ അവർക്കവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ ഫാമിലി റൂം ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ ഈ ഏരിയ ഒക്കെ ക്ലീൻ ആണ്. സുഹൃത്തുക്കളെ, സ്വർഗം അങ്ങ് ആകാശത്തൊന്നുമല്ല, അത് ഭൂമിയിലാണ്, അത് ഇവിടെയാണ്, അത് നമ്മുടെ മുഴക്കുന്ന് ഷാപ്പിലാണ്. അപ്പോൾ നമ്മുടെ സംഭവം ഓരോന്നോരോന്നായിട്ട് എത്തിയിട്ടുണ്ട്. ബീഫ് ഉണ്ട്, പന്നി ചില്ലി ഉണ്ട്, താറാവുണ്ട്, കാടയുണ്ട്, പന്നി ഫ്രൈ ഉണ്ട്, അപ്പം, നാടൻ ദോശ, കപ്പ, ഇടിയപ്പം. നമ്മുടെ കൂടെ ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്യാമേട്ടൻ എത്തിയിട്ടുണ്ട്. നമസ്കാരം. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കഴിച്ച് നോക്കാം.
ഇത് പന്നിച്ചില്ല. ഇത് ഈ ഷാപ്പിൽ മാത്രമുള്ളൊരു സാധനമാണ്. ഇത് ഉണ്ടാക്കിയപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ഞാൻ ഈ സാധനം കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ സാധനം അടിപൊളിയാണ്. എങ്ങനെ ഞാൻ രക്ഷയില്ല. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഈ സാധനം പന്നിച്ചില്ലി. നമ്മൾ ബീഫ് ചില്ലി ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്. പന്നിച്ചില്ലി നമ്മൾ ആദ്യമായിട്ടാ കഴിക്കുന്നത്. അന്യായമായിട്ടുണ്ട് ഈ സാധനം. ഇനി നമ്മൾ ട്രൈ ചെയ്യുന്നത് ബീഫ് എടുക്കാം. ബീഫ് ഫ്രൈ നോക്കാം അല്ലേ? ആദ്യം കുറച്ച് നാരങ്ങ വേണ്ടിയിരിക്കാം. പിഴിഞ്ഞോ ഇതിൻ്റെ എല്ലാം നമ്മുടെ സതീഷ് ചേട്ടനാണ്. ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. എന്താണേലും ഇവിടുന്ന് ഇരിട്ടി മുഴക്കുന്ന റോഡ്, ഈ റോഡിൽ പോകുന്ന ആൾക്കാർ ഈ ഷാപ്പ് എന്താണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കള്ളിന് വേണ്ടിയിട്ടല്ല, ഫുഡിന് വേണ്ടിയിട്ട്. ഫുഡ് രക്ഷയില്ല. കപ്പയും താറാവും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നാടൻ താറാവ് കറിയാണ്, തേങ്ങാപ്പാലൊക്കെ കഴിച്ചിട്ടുള്ള അടിപൊളി സാധനം. ഇത് കാഷ്യൂ പേസ്റ്റും കാര്യങ്ങളൊന്നുമല്ലോ. താറാവ് മപ്പാസാണ്, പക്ഷെ കാഷ്യൂ പേസ്റ്റും കാര്യങ്ങളൊന്നുമല്ല. ഇത് തേങ്ങാപ്പാലിൽ ചെയ്തിരിക്കുന്ന സാധനം. അത്യാവശ്യം നൈസൊരു എരിവുണ്ട്, പക്ഷെ കപ്പയുടെ കൂടിയ സാധനം ഇങ്ങനെ കോമ്പിനേഷൻ ആണോ. താറാവിന്റെ ചെറിയൊരു കഷ്ണം കപ്പയും കൂടി ടേസ്റ്റ്. നമ്മുടെ ഡ്രൈവർ സ്പിൻബർഗ് മടുത്തെന്ന് പറഞ്ഞിട്ട് പുള്ളി അവരുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പയും നാടൻ താറാവ് കറിയും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. കഴിക്കും. ചെറിയൊരു താറാവിന്റെ കഷ്ണം കൂടെ അതിന്റെ കൂടെ ചാറ് കൂട്ടി കഴിക്കണം. അതാണ് അതിന്റെ ഇത് അല്ലേ ചേട്ടാ? അത് ചാറ് മാത്രം ടേസ്റ്റ് ചെയ്യും. അടിപൊളി. പീസും കുറച്ച് കപ്പയും ചാറും കൂടി. ഞാൻ ഇവിടുത്തെ ഫുഡിന്റെ ഫാനായി പോയി കേട്ടോ. ഇനി ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുഡ് കിട്ടും. നല്ല അടിപൊളി മസാല ഉണ്ടോ, ഒരു രക്ഷയില്ല. സതീശയുടെ വീട്ടിൽ വെച്ചിട്ട് ഈ കാട ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ സ്പിൻബർഗ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എനിക്ക് അവിടെ ചെന്നാൽ കാട ഫ്രൈ വേണമെന്ന്. സ്പിൻബർഗിന്റെ ഫേവറേറ്റ് സാധനമാണ് കാട ഫ്രൈ. മൊയൽ കറി ഉണ്ടായിരുന്നു, നമ്മുടെ സ്പിൻബർഗിന്റെ മറ്റൊരു ഫേവറേറ്റ് ഐറ്റമാണ്. അതിന്ന് ഇവിടെ ഇല്ലാണ്ടായി പോയി. ഇല്ലെങ്കിൽ നമുക്ക് മൊയൽ ഇറച്ചി കൂടെ ട്രൈ ചെയ്യാം. നമുക്ക് അടുത്ത സമയം വീണ്ടും വരാമോ? നിങ്ങൾ കൂടെ പിടിച്ചോ. സതീശേട്ടൻ എത്തിയിട്ടുണ്ട്. ഒന്നും വേണ്ട, വയറ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിനും വെച്ച സതീശേട്ട സംഭവം അടിപൊളിയായിട്ടുണ്ട്, കലക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറുഞാട് നടന്നൊരു കാല തങ്ങോടി നടന്നൊരു രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ സംഗീത സുഖം നീയല്ലേ, ഉല്ലാസ പൂത്തിരികൾ കണ്ണിലഞ്ഞവളേ, ഉന്മാദ തേനലകൾ കൊണ്ടിലഞ്ഞവളേ, കാലം നീയല്ലേ, കാലം നീയല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ സൈനിങ് ഔട്ട്.